ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ കാറിന്റെ മൈലേജ് കൂട്ടാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം, ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പം എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് പെട്രോൾ LXi മോഡലാണുള്ളത്. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും മാർക്കറ്റിൽ അവർ ഈ ഓരോ വണ്ടികൾ ഇറങ്ങുമ്പോൾ കൂടുതലും പെട്രോളിനെ അവർ പ്രൊമോട്ട് ചെയ്യണ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. आपकी सोच भी तो पुरानी है जो आज भी पेट्रोल और डीजल के ना के बराबर के फर्क को ज्यादा मानती है। मैं आपने प्राइस और गाड़ी की रनिंग के हिसाब से कैलकुलेट किया क्या? अगर करोगे तो मारुति सुजुकी की पेट्रोल कार ही चुनोगे, क्योंकि पेट्रोल कार्स की बाइंग कॉस्ट है कम एंड कार की रनिंग के हिसाब से पेट्रोल है बेस्ट चॉइस। सो आपने कैलकुलेट किया क्या? ഇപ്പം അധികം ഡീസൽ വണ്ടികൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു പെട്രോൾ വണ്ടി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോളിൽ തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങി. മാത്രമല്ല ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൊല്യൂഷൻ റേറ്റ് കൂടുന്നതുകൊണ്ട് ആ ഡീസൽ വണ്ടികൾ കുറേശ്ശെ മാർക്കറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നല്ല പവർ ആയിരിക്കും വണ്ടിക്ക്, നല്ല പെർഫോമൻസ് വണ്ടിക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ പുള്ളി ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൈലേജ് റേഞ്ച് വല്ലാണ്ട് കുറയും. അപ്പോൾ അത് നമ്മളൊരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മൈലേജും കൂട്ടാൻ സാധിക്കും. മാത്രമല്ല നല്ല പെർഫോമൻസിന് വേണ്ടി ഓടിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് നോക്കി കഴിഞ്ഞാൽ ആവറേജ് മൈലേജ് 14.1 ഇപ്പോൾ കാണാൻ പറ്റുക. ഓക്കെ, സ്ക്രീനിൽ കാണാൻ പറ്റും 14.1 നമുക്ക് ആവറേജ് ആയിട്ട് ഇവരുടെ മീറ്ററിൽ കാണിക്കുന്നത്. അത് ഏറെക്കുറെ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ ശരിയാവാറുണ്ട്. പിന്നെ നമ്മൾ നോക്കണം എന്താ വെച്ചാൽ, ഈ 14.1 എന്നുള്ള ഈ മൈലേജ് എങ്ങനെ നമുക്കൊരു 20 റേഞ്ചിലേക്ക് എത്തിക്കാം, ഇതിന്റെ ആവറേജ് മൈലേജ് എങ്ങനെ ഒരു 20 റേഞ്ചിൽ എത്തണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ 14.1 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവായിരിക്കും. നമുക്ക് ലോങ് ഡ്രൈവുകളിലാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ ഈ ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മൈലേജ് കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഞാൻ റീസെറ്റ് ചെയ്തു. സാറേ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്തോട്ടാ, നമുക്ക് സ്പീഡ് അടിച്ച് തീർക്കാം. റീസെറ്റ് ചെയ്തപ്പോൾ 0 കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ മൈലേജ് കണ്ടു കഴിഞ്ഞാൽ 27.3 കാണിക്കുന്നത്. ഇത്രയും കിട്ടില്ല. ഇത്രയും കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അവിടെ നിന്ന് ഒരു ആക്സിലേറ്റർ കൊണ്ട് പുള്ളി ചെയ്ത് കൊടുത്തിട്ട് നല്ല റോഡായതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് വണ്ടീനെ ഫ്രീ ആയിട്ട് വിട്ടു. ഞാൻ ആക്സിലേറ്റർ കൊടുത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, എനിക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി 27.3 km/ലിറ്റർ മൈലേജ് എനിക്ക് കാണിച്ചു. അത്രയൊന്നും നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടുന്ന കാര്യമില്ല. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ, സ്വിഫ്റ്റ് വണ്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ 23 km/ലിറ്റർ ഒക്കെ നമുക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. അതിന് ഈ പറഞ്ഞ മാതിരി ചെറിയ ടെക്നിക്കുകൾ ഉണ്ട്. ആ ടെക്നിക്ക് അനുസരിച്ച് ഓടിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 21 കാണിക്കുന്നുണ്ട്. 21 പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി ആക്സിലേറ്റർ കുറച്ച് പുള്ളി ചെയ്തു, ഇപ്പോൾ 20 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിന്ന് ഇനി താഴില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇതിന്ന് താഴാണ്ട് നമുക്ക് എങ്ങനെ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് പോയിന്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ ബ്രേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതാണ് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ്. ബ്രേക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. ബ്രേക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പിടിക്കണട്ടാ, നീ ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞില്ല പറഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കരുത്. ബ്രേക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അതിന് പറയാനുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മെയിൻ ഹൈവേയിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 300 മീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് എങ്ങനെയും ഒരു റെഡ് സിഗ്നൽ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം. ഓക്കെ, റെഡ് സിഗ്നൽ നമ്മൾ സാധാരണ റോഡിൽ നിർത്താനുള്ള സിഗ്നൽ കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ വേഗം ഓടി പോയിട്ട് ആ റെഡ് സിഗ്നലിൽ പോയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യാണ്ടേ, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ആ റെഡ് സിഗ്നൽ മാറിയിട്ട് വേണം നമുക്ക് എന്തായാലും പോകാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇവിടുന്ന് തന്നെ സ്ലോ ആക്കിയിട്ട് പോയാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ആക്സിലേറ്റർ പുള്ളി ചെയ്യണ്ട, തന്നെ വണ്ടി ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ട് ആ റെഡ് സിഗ്നൽ എത്തുമ്പോഴേക്കും വണ്ടി നിൽക്കുന്ന മാതിരി പോയാൽ മതി. അല്ലാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പടച്ചു പോയിട്ട് നേരെ ആ റെഡ് സിഗ്നലിന്റെ അവിടെ എത്തിയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഫ്യൂവൽ നഷ്ടമാണ്, ബ്രേക്ക് പാഡ്സ് തേഞ്ഞ് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കാണാൻ പറ്റുകയാണെങ്കിൽ, മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഞാൻ ആക്സിലേറ്റർ നൈസായിട്ട് വിട്ടുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എന്തായാലും ചേട്ടനെ വെട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് മൈലേജ് ഇങ്ങനെ കയറി കാണാം പോകണ്ട. അപ്പോൾ എൻ്റെ വീണ്ടും തിരിച്ച് 27 ഞാൻ ഈ പറഞ്ഞ മാതിരി ഫ്രീ ആയിട്ട് ഓടിച്ച കാരണം ഈ പറഞ്ഞ മാതിരി മൈലേജ് എനിക്ക് 27 സംതിങ് ആയി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും ഒരു വൃത്തിയുടെ റോഡുകളാണ്.
അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ വെറുതെ ആക്സിലേറ്റർ പുള്ളി ചെയ്തിട്ട് നമ്മുടെ പെട്രോൾ ഫ്യൂൽ കളയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അത് ചെറുതായിട്ട് ഇറക്കാണ്, ഒരു ഇറക്കായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിടുന്നു. അപ്പൊ ഈ സമയത്ത് എനിക്ക് മൈലേജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലോങ് ട്രിപ്പ് പോകണേക്കാൻ മുന്നായിട്ട് എയർ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിൽ ആദ്യത്തെ കേസ് ഡെഫിനറ്റ്ലി നമ്മുടെ കംഫർട്ട്, അതൊരു മെയിൻ പോയിന്റ് തന്നെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ ചെറിയ എയറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് വരെ നമ്മുടെ ടയർ ഫ്രിക്ഷൻ കൂട്ടും. ടയർ ഫ്രിക്ഷൻ കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വണ്ടി അങ്ങോട്ട് പടച്ച് പോകാൻ പറ്റില്ല. കൂടുതൽ ഫ്രിക്ഷൻ വരുന്നതുകൊണ്ട് കൂടുതൽ ഫ്യൂവൽ നമുക്ക് അവിടെ ചിലവാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടയറിലെ എയർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസിനെ നമുക്ക് എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിലി ഗിയർ ചേഞ്ച് ആണ്. അത് നമുക്ക് ഇപ്പോഴും പല ആൾക്കാർക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാത്ത ഒരു പരിപാടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ പല ആൾക്കാരുടെ അടുത്തുനിന്നായിരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഓരോ ഗിയർ ചേഞ്ചുകൾ നമ്മൾ ചില ആൾക്കാരൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് വിഷമവും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അടുത്തൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് എടുത്തവൻ വണ്ടി ഓടിക്കുന്നുണ്ടിട്ട് അവൻ പറഞ്ഞ മൈലേജ് എനിക്ക് ഭയങ്കര കുറവാണ്, അവന് 25 കിട്ടണമെന്ന് പറഞ്ഞു. ഏത് വണ്ടിയാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒരു ദിവസം പോയപ്പോൾ അവ ഈ പറഞ്ഞ മാതിരി ആവശ്യമുള്ളപ്പോഴും അനാവശ്യമുള്ളപ്പോഴും ഒക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് വെറുതെ വണ്ടിക്ക് ലോഡ് കൊടുത്തിട്ട് ആ ഫ്യൂവല് ഒരു തരത്തിലും എന്താ പറയാ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത് ആ വണ്ടിയുടെ ആക്സലറേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കാം ഈ ഫ്യൂവല് കുറവ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു തിരക്കുള്ള റോഡ് കൂടെ പോവാണ്, ഭയങ്കര റഷുള്ള റോഡ് കൂടെ പോവാണെങ്കിൽ നമ്മൾ ഈ ചറപറ ഗിയർ ചേഞ്ചുകൾ നടത്തരുത്, ദയവീത് നടത്തരുത്. കാരണം വെച്ചാൽ നമുക്ക് വണ്ടിക്കും ഹീറ്റ് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി നല്ല രീതിയിൽ താഴാനും സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഒരു തിരക്കുള്ള റോഡ് കൂടെ പോവാണ്, നമുക്കറിയാം ആ വണ്ടിക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇട്ട് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഒരു സ്പീഡ് അവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് അറിയണ്ടാവും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ചാണ്ട് പടച്ചിട്ട് ആക്സിലേറ്റർ കൂട്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഗിയറാ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് പഴയ ഗിയറിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി വീണ്ടും തിരിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് വരേണ്ട അവസ്ഥ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ സെക്കൻഡ് ഗിയർ ആണെങ്കിൽ സെക്കൻഡ് ഗിയർ ഫോളോ ചെയ്ത് പോകാൻ നല്ലത്. കാരണം സ്പീഡ് കുറഞ്ഞിട്ട് പോകാൻ പറ്റുള്ള തിരക്കുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും ആ ഗിയർ ഷിഫ്റ്റ് നടത്താണ്ട്, കാരണം ആ ഗ്യാപ്പ് കിട്ടിയിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് നടത്തിയാലും അടുത്ത് വീണ്ടും തന്നെ ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ഏത് ഗിയറിൽ വണ്ടി കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ മാതിരി ഗിയർ ഷിഫ്റ്റുകൾ നമ്മളിപ്പോൾ ചില റേസിംഗ് വണ്ടികളൊക്കെ പോണ മാതിരി ചില ആൾക്കാർ വണ്ടി ഓടിച്ചു പോകണം കാണാം, സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊന്നും പോവാതിരിക്കുക. അത് വണ്ടിക്ക് ഈ പറഞ്ഞ മാതിരി ലോഡ് കൂടുതലായിരിക്കും, അതുപോലെ നമ്മുടെ മൈലേജ് നല്ല ഡ്രോപ്പ് വരും. കാരണം നമ്മൾ വണ്ടിക്ക് പെട്ടെന്ന് എടുത്തു പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് കൂടുതൽ ഫ്യൂവൽ കൊടുത്തിട്ട് വണ്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കണ പോലെയാണ് നമ്മൾ ആ ഒരു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ആവശ്യമുള്ള ഫ്യൂവൽ കൊടുത്തിട്ട് സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്ത് പോവാണ് ഏറ്റവും മൈലേജ് കിട്ടാനുള്ള ഒരു നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഓടിക്കുന്നത് അത്ര നല്ല ഹൈവേയിലൊന്നുമില്ല, പക്ഷെ നോക്കി നമ്മുടെ മൈലേജ് ഇപ്പോഴും സ്റ്റില് 24.3 ഉണ്ട്. അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ എയറോഡൈനാമിക്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വണ്ടിയുടെ എയറോഡൈനാമിക്സും ഫ്യൂവൽ എഫിഷ്യൻസിയും വളരെ റിലേറ്റഡ് ആണ്. അതിന് ഒരു എക്സാമ്പിൾ വെച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു എയറോഡൈനാമിക് കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. അത് ഓരോ വണ്ടിയുടെ ഡിസൈൻ അനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ പോണതിന്റെ സ്പീഡ് ട്രാക്ക് ഒക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഈ വിൻഡോസ് എപ്പോഴും ക്ലോസ് ചെയ്ത് ഓടിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC ഇടാത്ത സിറ്റുവേഷനിലാണ് വിൻഡോസ് ഓപ്പൺ ചെയ്യുക, അല്ലെ? AC ഇട്ടിട്ട് ആരും വിൻഡോസ് ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞ മാതിരി AC ലോഡ് കൊടുക്കും. ഇനി നമ്മൾ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്ത് ഓടിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്തേക്ക് എയർ കയറുകയും ആ എയർ വണ്ടിയുടെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു ബാക്ക്വേർഡ് പ്രഷർ നമ്മുടെ വണ്ടിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഈസി ആയിട്ട് ഈ എയറിലൂടെ തുളച്ചു പോകുന്നതിന് പകരം എയറിനെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ എയർ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറുമ്പോൾ വണ്ടീനെ ഒരു ബാക്കിലേക്ക് വലിച്ച് ഒരു എയറോഡൈനാമിക് ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫോഴ്സ്, നെഗറ്റീവ് ഫോഴ്സ് വരും. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഒരു വണ്ടിക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഈ എയറോഡൈനാമിക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല സ്പീഡിൽ, ലോ സ്പീഡിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എയർ ട്രാപ്പ് ആവില്ല, നമ്മുടെ എയറോഡൈനാമിക് ഡിസൈൻ നല്ല രീതിയിൽ വർക്കാവും. അപ്പോൾ നമുക്ക് നല്ലൊരു ഈസി ആയിട്ട് വണ്ടിക്ക് പോകാനും പറ്റും, മൈലേജ് കൂടും ചെയ്യും. നമ്മുടെ വിൻഡോസ് എപ്പോഴാണ് ഓപ്പൺ ചെയ്ത് ഓടിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AC ഓഫ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ ആ കാര്യം അധികമായിട്ട് പ്രിഫർ ചെയ്യില്ല. കാരണം എപ്പോഴും പൊടിയൊക്കെ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് വണ്ടിയൊക്കെ അലമ്പാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പോകുമ്പോൾ വിൻഡോസ് അടച്ചിട്ടാണ് പോകാറുള്ളൂ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ
വിൻഡോസ് തുറന്നിട്ട് പോകണം എന്ന് ആഗ്രഹം തോന്നുകയാണ്, ഒരു ഓപ്പൺ എയർ ഒക്കെ കൊണ്ട് പോകണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, AC ഓഫ് ചെയ്യും. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ AC ഓഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വണ്ടിയുടെ പവർ കൂടും, മൈലേജ് കൂടും എന്നൊക്കെ അറിയാം അല്ലേ. പക്ഷെ അതേപോലെ തന്നെ നേരെ തിരിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എയറോഡൈനാമിക് ഡ്രാഗും നമുക്കൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വിൻഡോസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ AC നമുക്ക് ഇടേണ്ടി വരും, AC ഓഫ് ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് ഓപ്പൺ ചെയ്യേണ്ടി വരും. വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി പ്രഷർ ഡ്രാഗിന്റെ പ്രശ്നമുണ്ട്, AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി മൈലേജിന്റെ ഷോർട്ട് ഉണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യപ്പോഴും ഈ പറഞ്ഞ മാതിരി ഇത് ക്ലോസ് ചെയ്ത് ഓടിക്കുക തന്നെയാണ്. അപ്പൊ ACയുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോട്ടെ, ആ ടോപ്പ് സ്പീഡിലൊക്കെ പോകുമ്പോൾ AC ഒന്നും വലിയ കാര്യമായിട്ട് ACയുടെ പവർ ഒന്നും എടുക്കില്ല. നമ്മൾ ഈ ലോ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ AC എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മൈലേജിനെ എഫക്ട് ചെയ്യുന്ന തരത്തിൽ മാറുള്ളൂ. നല്ല സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി ACയുടെ ഒന്നും വലിയ ചെലവുകളില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് മാപ്പ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പൊ അത് കോമൺ സെൻസ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പൊ തൃശ്ശൂർ വരെ പോകണം. തൃശ്ശൂർ വരെ പോണ വഴിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ സംഭവമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വഴി നേരെ പോയിട്ട് ആ വഴി പോകാൻ പറ്റാതെ നമ്മൾ വേറെ വഴി എടുത്ത് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് നമ്മുടെ പ്ലാനിങ്ങുകൾ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോകുന്ന റൂട്ടുകളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. അത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരാം. അതല്ലാതെ നമുക്ക് ആ വഴി ഇപ്പോൾ എന്തെങ്കിലും വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും വേറെ വഴി ചൂസ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മുടെ ട്രിപ്പുകൾ പോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്ലാനിങ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈലേജ് കൂട്ടാം, നമ്മുടെ കിലോമീറ്ററുകൾ നമുക്ക് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈലേജ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ പോകാനായിട്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടേക്കാണ്. ഈ നിർത്തിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല ബ്ലോക്കുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സിഗ്നലുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ആ നിൽക്കേണ്ട സമയം ഒരു 45 സെക്കൻഡിനേക്കാൾ കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി ഓഫ് ചെയ്യണം. അപ്പോൾ തന്നെ ചിലത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് കുറേ നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊരു 45 സെക്കൻഡിനേക്കാൾ കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി തീർച്ചയായിട്ടും ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു 45 സെക്കൻഡ് ഓൺ ആക്കുന്നതും ഒരിക്കൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതും നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂല് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കൂടുതൽ സമയം വണ്ടി നിർത്തുമ്പോൾ വണ്ടി ഓഫ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക, വണ്ടി വെറുതെ ചെയ്യാണ്ട്. പിന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് AC ഇട്ട് ഇരിക്കേണ്ട ഒരു ഉള്ളിൽ, ആ സാഹചര്യത്തിൽ നമുക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നല്ല രീതിയിൽ സർവീസ് വെക്കുക. വണ്ടിയുടെ ഓയിലുകൾ, ലൂബ്രിക്കൻസ് ആയാലും അതുപോലെ ഫ്യൂവൽ ആണെങ്കിലും ഒക്കെ നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യുക, നല്ല സ്ഥലത്ത് നിന്ന് അടിക്കുക. പെട്രോൾ അടിക്കുമ്പോൾ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് നിന്ന് അടിക്കുക. അതുപോലെ കമ്പനി സർവീസുകൾ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി നല്ലൊരു ഇത് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. മറ്റൊരു രസകരമായിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോള് ടാങ്കിൽ ഫില്ല് ചെയ്യുന്ന ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി തലേദിവസം തന്നെ നമ്മൾ നേരെ പോയിട്ട് പെട്രോളൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വണ്ടിയിൽ നിർത്തും. വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്ത് എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് നിർത്തും. അപ്പോൾ അതിൽ ഫ്യൂവൽ അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാലത്ത് വണ്ടി എടുത്ത് ഇറങ്ങി എന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ അതിന് നല്ല വ്യത്യാസമുണ്ട്. കാരണം മോർണിംഗ് സമയങ്ങളിൽ നമ്മുടെ പെട്രോൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി തണുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പെട്രോളിൻ്റെ ഡെൻസിറ്റി നല്ല കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്ററിൽ ഇത്ര ഡെൻസിറ്റിയാണ് കയറുന്നതെന്നനുസരിച്ചിട്ട് നമ്മുടെ മൈലേജിൽ വ്യത്യാസം വരും. അപ്പോൾ പകൽ സമയങ്ങളിലാണ്, അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പെട്രോൾ നല്ല ഹോട്ടായിരിക്കും. ആ സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 1 ലിറ്ററിലുള്ള ഫ്യൂവലിൻ്റെ അളവ് കണ്ടന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കുറവായിരിക്കും. ഫ്യൂവല് തണുത്തിരിക്കുന്ന സമയമാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 1 ലിറ്ററുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി കൂടി കൂടുതലായിരിക്കും, അതായത് അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ മിക്കവാറും സമയങ്ങളിൽ നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കാലത്ത് പെട്രോൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കാലത്തെ സമയങ്ങളിൽ പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ അതിന് ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ മണി വെർത്തായിരിക്കും നമ്മുടെ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരു സ്വല്പം കൂടി ഡെൻസിറ്റി കൂടുതലായിട്ടായിരിക്കും നമ്മുടെ ഫ്യൂവൽ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ട്രിപ്പ് പോകുമ്പോൾ അതിനെ കാലത്തെ സമയത്ത് പോയിട്ട് അടിച്ചാൽ മതി, വൈകുന്നേരം തന്നെ അടിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ മാതിരി ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസിയാണ്, അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി എപ്പോഴും കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കാന്ന് പറയുമ്പോൾ ഏകദേശം 1 ലിറ്ററിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 ഗ്രാംസിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്.
അപ്പോൾ പെട്രോൾ എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 35 കിലോന്റെ അടുത്ത് വണ്ടിയുടെ അകത്ത് കയറ്റിട്ട പോലത്തെ ഒരു എഫക്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ടാങ്ക് ഒന്നും അടിക്കാണ്ട് നമ്മുടെ ട്രിപ്പ് എത്രയാണോ പോകേണ്ടത് അത്രയും പെട്രോൾ മാത്രം ഇനഫ് ആയിട്ടുള്ള പെട്രോൾ അടിച്ച് വെക്കുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്വല്പം കൂടി കൂട്ടി അടിക്കുക. അങ്ങനെ ഒരു സംഭവം, ഒരു ബിഹേവിയർ കൊണ്ടുവരുന്നാൽ മതി. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഈ പറഞ്ഞ മാതിരി ടിപ്സിൽ പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും ടെക്നിക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ ഇട്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണുന്നവർക്ക് ഒരു ഉപകാരമാവട്ടെ. ഓക്കെ, സോ നമുക്ക് ഇനി വണ്ടി ഞാൻ ജസ്റ്റ് നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയ മൈലേജും ഈ ഒരു മൈലേജ് എത്രയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മള് ഇത്രയും ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡായിട്ട് പോലും നമ്മുടെ മൈലേജ് കാര്യമായിട്ടുള്ള രീതിയിൽ ഡ്രോപ്പ് 22.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മൈലേജ് ആണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ളത് ഈ ഒരു റോഡില്. ഓക്കെ, അതും പെട്രോൾ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീസൽ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു റോഡില് പെട്രോൾ വണ്ടിക്ക് ഒരു 22.5 എന്നൊക്കെ പറയുന്ന മൈലേജ് വളരെ നല്ലൊരു മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാറായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് റേസിൻ സാർ തന്നെയാണ്. റേസിൻ സാറാണ് നമ്മുടെ ക്യാമറകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരാറുള്ളത്. സോ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.